ഹലോ എവരിവൺ, മൈ നെയിം ഈസ് ഇസ്മായിൽ. CMA USA ഫാക്കൾട്ടിയാണ്. ഏകദേശം 6 ഇയർ ആയിട്ട് CMA USA ഫാക്കൾട്ടിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ CMA USA പുതുതായി ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ CMA USനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടി ഒരു വീഡിയോ ആണ് ഇത്. എന്താണ് CMA USA, അതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എക്സാമിനെ കുറിച്ചിട്ട്, അതിന് എപ്പോഴൊക്കെ എക്സാം എഴുതാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ മിസ്സാക്കരുത്, എല്ലാവരും എന്ത് ചെയ്യുക, അവസാനം വരെ കാണുക. CMA USA സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇതാണ് CMA USയുടെ ഫുൾ നെയിം. ഈ ഒരു CMA USA കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ് IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഇവർ 1919-20 കാലഘട്ടങ്ങളിൽ രൂപീകൃതമായ ഒരു ബോഡിയാണ് IMA. ഇവരാണ് നമുക്ക് ഈ CMA USA പറഞ്ഞ കോഴ്സ് നമുക്ക് നൽകുന്നത്. CMA USയുടെ ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 150+ കൺട്രീസിൽ അപ്രൂവ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ കോഴ്സാണ് നമ്മൾ CMA USA. CMA USയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ CMA USയിൽ ഫോക്കസ് ചെയ്യുന്നത്. CMA USയിൽ 2 എക്സാമാണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇതിൽ തന്നെ 75% MC ക്വസ്റ്റ്യനാണ്, ബാക്കി 25% SA ക്വസ്റ്റ്യനാണ്. എക്സാം ഓൺലൈൻ എക്സാം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. CMA USയുടെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ +2 പാസ്സായ ആർക്കും CMA USA ജോയിൻ ചെയ്യാം. സാധാരണ CMA USയുടെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 6 to 1 year ആണ്. ചില കുട്ടികൾ അത് 6 to 8 month കൊണ്ടൊക്കെ പാസ്സാകുന്ന ആൾക്കാരുണ്ട്. ഇനി 1 year ആൻഡ് 1.5 year കൊണ്ടൊക്കെ പാസ്സാകുന്ന ആൾക്കാരുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്. ഇപ്പോൾ നിങ്ങൾ എഫക്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എഫക്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ട് 1 ഉം പാർട്ട് 2 നിങ്ങൾക്ക് വിത്തിൻ 1 year കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഈസി നേടാൻ പറ്റും. ഇപ്പോൾ ഞാനൊക്കെ CMA USA പാർട്ട് 1 ഉം 2 ഒക്കെ വിത്തിൻ 1 year കൊണ്ട് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായി നിങ്ങളോട് പറയാൻ പറ്റും. CMA USയിൽ നമുക്ക് 2 ഭാഗങ്ങളാണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഈ പാർട്ട് 1ലും പാർട്ട് 2ലും എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. CMA പാർട്ട് 1ൽ നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഈ 6 സബ്ജക്റ്റിനെ സെക്ഷൻ ABCDEF അങ്ങനെ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ CMA USയിൽ പാർട്ട് 1ൻ്റെ പേര്, ശരിക്കും പാർട്ട് 1 നമ്മൾ പൊതുവെ അങ്ങനെ പറയാറുണ്ട്, അതിനൊരു പേരുണ്ട്. പാർട്ട് 1ൻ്റെ പേര് ഫൈനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നാണ് അതിൻ്റെ പേര്. ഈ പാർട്ട് 1ൽ നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ട്. നമ്മളിതിന് 6 സെക്ഷൻ എന്നാണ് വിളിക്കാറുള്ളത്. ഫസ്റ്റ് സെക്ഷൻ A എന്ന് വിളിക്കും, എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ. ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി എങ്ങനെയാണ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അസറ്റിനെ കുറിച്ചിട്ടും ലാബിലിറ്റിനെ കുറിച്ചിട്ടും ഇക്വിറ്റിനെ കുറിച്ചിട്ടും, ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടിംഗ് വേണ്ട ഒരുപാട് കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെക്ഷൻ Bയിൽ പഠിക്കാനുള്ളത് പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മുടെ കമ്പനികൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യാറില്ലേ, പല ടൂർ പോകുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മുടെ കമ്പനികൾ എന്തുണ്ട്, അവരുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി പ്ലാൻ പ്രിപ്പയർ ചെയ്യൽ, അതേപോലെ ബഡ്ജറ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ഉള്ളത്, അതേപോലെ പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ കമ്പനി ഫോർകാസ്റ്റ് ചെയ്യാറുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെക്ഷൻ Bയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തത് സെക്ഷൻ C ആണ്, നമ്മുടെ മൂന്നാമത്തെ സബ്ജക്റ്റാണ് സെക്ഷൻ C, പെർഫോമൻസ് മാനേജ്മെൻറ്റ്. നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അധ്വാനമാണ് നമ്മുടെ കമ്പനി. അപ്പോൾ ഈ കമ്പനിയിൽ ഒരുപാട് പേര് പ്രയത്നമാണ് കമ്പനി ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ പെർഫോമൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, അതിൽ ഏതൊക്കെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് നമ്മൾ സെക്ഷൻ Cയിൽ വളരെ സിമ്പിളായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ D നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലത്തെ കോസ്റ്റുകളെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ Dയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തത് സെക്ഷൻ E, ഇൻറ്റേർണൽ കൺട്രോളാണ് സെക്ഷൻ Eയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം, അതിൻ്റെ ഒരുപാട് കൺട്രോളിൻ്റെ പ്രശ്നങ്ങൾ, കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഡിസ്കസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കമ്പനീനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് സെക്ഷൻ Eയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തിയറി പേപ്പറാണ്. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ് സെക്ഷൻ E. സെക്ഷൻ Fൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ് ആണ്. പുതിയ ടെക്നോളജി, AI, അതേപോലെ മെഷീൻ ലേണിംഗ്, അതേപോലെ ഒരുപാട് RPA പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെക്ഷൻ Fൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ആണ്. പല കുട്ടികളും സംശയമാണ്, സാറേ പാർട്ട് 1ൻ്റെ ബാക്കിയാണോ പാർട്ട് 2? ഇപ്പോൾ നമ്മൾ ചില ഫിലിംസിൻ്റെ ഒക്കെ ഭാഗം പാർട്ട് 1ൻ്റെ ശേഷമായിരിക്കും പാർട്ട് 2 അവർ ഷൂട്ട് ചെയ്യുക, അല്ലെ നമ്മൾ തിയേറ്ററിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, CMA USയിൽ പേര് നമ്മൾ പറയുമ്പോൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന് പറയെങ്കിലും പാർട്ട് 1ൻ്റെ ബാക്കിയല്ല പാർട്ട് 2. പല ആൾക്കാർക്കും വരുന്ന തെറ്റിദ്ധാരണയാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 2ൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് 2ൻ്റെ പേര് സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ് പാർട്ട് 2ൻ്റെ പേര്. കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാ കുട്ടികളും കമ്പയറും പറയാറുള്ളത്, സാറേ പാർട്ട് 2 എളുപ്പമാണ് എങ്ങനെ പറയാറുണ്ട്.
ഗ്ലോബലി റിസൾട്ട് നോക്കുമ്പോഴും പാർട്ട് 2 എന്നാണ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുകയാണ്. പിന്നെ ഈ CMA പാർട്ട് 1 പാർട്ട് 2 ഈസി എന്ന് പറയുമ്പോൾ അത് ചില പിള്ളേരെ അല്ലെങ്കിൽ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എനിക്ക് തോന്നുകയാണ് പാർട്ട് 1 എളുപ്പമാണ് തോന്നുകയാണ്. സ്വാഭാവികം ഞാൻ എന്നെ അറിയുന്ന ആൾക്കാരോട് എന്ത് പറയും, ആ പാർട്ട് 1 എളുപ്പമാണെന്ന് പറയും. നേരെ മറിച്ച് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് അവർ പറയുന്നത് സാറേ പാർട്ട് 2 ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് 2 എളുപ്പമെന്ന് മറ്റുള്ളവർ പറയും. അപ്പോൾ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ട് 1 ഇഷ്ടമുണ്ടാവാം, ചിലപ്പോൾ പാർട്ട് 2 ഇഷ്ടമുണ്ടാവാം. അപ്പോൾ എനിവേ നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 സബ്ജക്റ്റ് ഉണ്ട്. ഈ 6 സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ, സെക്ഷൻ എഫ് ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 2 സെക്ഷൻ എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ടൂൾസ്, റേഷ്യോ പോലെയുള്ള ഒരുപാട് ടൂൾസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പാർട്ട് 2 നമ്മൾ രണ്ടാമത് പഠിക്കുന്ന സെക്ഷൻ ബി ആണ്. കുറച്ച് ലെങ്തി ഏരിയയാണ്, പക്ഷേ വളരെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാനും സ്കോർ ചെയ്യാനും മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയ കൂടിയാണ്. കോർപ്പറേറ്റ് ഫിനാൻസ്, നമ്മുടെ കമ്പനിയുടെ ഫൈനാൻസ് കാര്യങ്ങൾ, നമ്മുടെ കമ്പനിയുടെ ഷെയർ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതേപോലെ നമ്മുടെ കമ്പനിയുടെ ഫണ്ട് എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം, ഡെപ്റ്റിനെ എങ്ങനെ എന്ത് ചെയ്യാം നോക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി പാർട്ട് 2 മൂന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ സി ആണ്, ഡിസിഷൻ അനാലിസിസ്. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് ഏരിയയിൽ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് മേക്ക് ഓർ ബൈ ഡിസിഷനോ, നമ്മുടെ കമ്പനിയിൽ സ്വന്തം അത് നിർമ്മിക്കണോ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഇത് വാങ്ങിക്കണോ. ഇപ്പോൾ നമുക്കറിയാം ആപ്പിളിൻ്റെ ഐഫോൺ ആവശ്യമായ ഡിസ്പ്ലേസ് അവർ സാംസങ്ങിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. ഒന്നെങ്കിൽ ആപ്പിളിന് എന്ത് ചെയ്യാം, അവർക്ക് സ്വന്തമായി നിർമ്മിക്കാം, അല്ലെങ്കിലോ അവർക്ക് സാംസങ്ങിനെ നിന്ന് മേടിക്കാം. ഇങ്ങനെയുള്ള പല ഡിസിഷൻ നമ്മുടെ കമ്പനിയിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ഷൻ സിയിലൂടെ ഡിസിഷൻ അനാലിസിസ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് സെക്ഷൻ ഡി ആണ്, റിസ്ക് മാനേജ്മെൻറ്റ്. നമുക്കറിയാം റിസ്ക് അല്ലേ, നമ്മുടെ കമ്പനിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് റിസ്ക്. അപ്പോൾ ഈ റിസ്കിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ അത് നമുക്കതിനെ തരണം ചെയ്യണം. അപ്പോൾ റിസ്കിന് നമുക്ക് പ്രോപ്പർലി എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ കമ്പനി റിസ്കിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ടൂൾസ് എങ്ങനെയൊക്കെയാണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഏരിയ നമുക്ക് എന്ത് ചെയ്യാണ്ട് സെക്ഷൻ ഡിയിൽ പഠിക്കാനുണ്ട്. അതൊരു തിയറി ഏരിയയാണ്. അടുത്തത് നമ്മുടെ സെക്ഷൻ ഇ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് സെക്ഷൻ ഇയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്യുമോ, ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക, നമുക്ക് ഏറ്റവും ബെറ്റർ ഏതാണോ സ്ഥലം അവിടെ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അല്ല, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആവുന്ന ഏതാണോ, നമുക്ക് തോന്നുകയാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണോ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അത് നമ്മൾ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ കിട്ടുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതിന് സഹായിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ലാസ്റ്റ് ഏരിയ സെക്ഷൻ എഫ് ആണ്, പാർട്ട് 2 പ്രൊഫഷണൽ എത്തിക്സ് ആണ്. നമ്മളാരാണ്, CMAUs അല്ലേ, നമ്മൾ പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലും അതേപോലെ എന്താണ്, ഇപ്പോൾ നമ്മുടെ വർക്കിലും നമ്മൾ ഒരുപാട് എത്തിക്സ് പാലിക്കണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും CMA ആയാലും IMയുടെ മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എത്തിക്സ് പരമായ കാര്യങ്ങൾ പ്രവർത്തിക്കണം. നമ്മൾ തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷനിൽ അയാളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട, പ്രത്യേകിച്ച് CMA പ്രൊഫഷണൽസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനും വർക്കിലൊക്കെ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്, എത്തിക്സ് ഉണ്ട്. അതാണ് നമ്മൾ സെക്ഷൻ എഫിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളത്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ട് 1ലും 2ലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ CMAUsയുടെ മാർക്കിംഗ് സിസ്റ്റത്തിലോട്ട് വന്നാലോ. CMAUsയുടെ മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടിൻ്റെയും, പാർട്ട് 1 ആയിക്കോട്ടെ പാർട്ട് 2 ആയിക്കോട്ടെ, രണ്ടിൻ്റെയും മാർക്ക് സിസ്റ്റങ്ങൾ സെയിം ആണ്. പാർട്ട് 1ലും പാർട്ട് 2ലും നിങ്ങൾക്ക് മൊത്തം 500 മാർക്ക്, 500 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ഉണ്ടാവുക, എക്സാമിന് ചോദിക്കാം. ഇതിൽ നിങ്ങൾ 360 മാർക്ക് നേടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാകാൻ പറ്റും. പാർട്ട് 1ൻ്റെയും പാർട്ട് 2നും എക്സാമിനെ കുറിച്ച് പറഞ്ഞാലോ അല്ലേ. പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെ എക്സാം സ്ട്രക്ചർ സെയിം ആണ് എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് 4 മണിക്കൂറാണ് എക്സാം. പാർട്ട് 1ലും 4 മണിക്കൂറാണ്, പാർട്ട് 2ലും 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂറിൽ നമുക്ക് ആദ്യത്തെ 3 മണിക്കൂർ 100 എണ്ണം 100 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ. പാർട്ട് 1ലും പാർട്ട് 2ലും ആദ്യത്തെ ഫസ്റ്റ് 3 ഹവർ നമുക്ക് എന്ത് എക്സാം ഉണ്ടാവുക, MCQ ക്വസ്റ്റ്യൻസ് 100 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 100 MCQ ക്വസ്റ്റ്യന് വേണ്ടി നമുക്ക് 3 മണിക്കൂർ തരാം. ഇതിന് മൊത്തം 400 മാർക്കാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 3 മണിക്കൂർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ മാക്സിമം ഈ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് എത്താൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യത്തെ 3 മണിക്കൂർ 100 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
അതിൽ നമുക്ക് 400 മാർക്കാണ് ഉണ്ടാവുക. ഇനി അടുത്തൊരു മണിക്കൂർ നമുക്ക് 2 സിനാരിയോ ബേസ്ഡ് എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ എസ് എ ക്വസ്റ്റ്യൻസിൽ നമുക്ക് 6ഉം 6ഉം അങ്ങനെ 12 അഥവാ ചില ആൾക്കാർക്ക് 10 മുതൽ 13 വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യുക. സിനാരിയോ ബേസ്ഡ് ചോദ്യങ്ങളാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എസ് എ ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമിൻ്റെ മാർക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 500 മാർക്കാണ് പാർട്ട് 1ലും 2ലും. അതിൽ 360 മാർക്ക് നേടി നമുക്ക് എന്ത് ചെയ്യാം, CMA ക്വാളിഫൈ ചെയ്യാൻ പറ്റും. CMA പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും എക്സാമിൻ്റെ സ്ട്രക്ചർ സെയിം തന്നെയാണ്. 2 പരീക്ഷയിലും 500 മാർക്കിലാണ് നമുക്ക് ടോട്ടൽ മാർക്ക് ഉണ്ടാവാറുള്ളത്. ഇതിൽ 360 മാർക്ക് നേടി നിങ്ങൾ പാസ്സായി, നിങ്ങൾക്ക് CMA ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടിൻ്റെയും മാർക്കിംഗ് സിസ്റ്റം സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ CMA ആദ്യത്തെ 3 മണിക്കൂർ നിങ്ങൾക്ക് 100 എണ്ണം 100 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാർക്ക് 400 മാർക്കാണ്. അപ്പോൾ ഫസ്റ്റത്തെ 3 മണിക്കൂർ 100 എണ്ണം MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിന് നമുക്ക് 400 മാർക്കാണ് ലഭിക്കാറുള്ളത്. ഇനി അടുത്തത് ബാക്കി ഒരു മണിക്കൂറിലെ ആ ഒരു മണിക്കൂറോട് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അതിൽ നിങ്ങൾക്ക് 100 മാർക്ക്, അങ്ങനെ നിങ്ങൾക്ക് മൊത്തം 500 മാർക്കാണ് ഉണ്ടാവാറുള്ളത്. ഈ 500 മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 360 മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാസ്സാൻ പറ്റുള്ളൂ. ഇതേപോലെ പാർട്ട് 2ലും എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, സെയിം തന്നെയാണ്. മൊത്തം 500 മാർക്ക്, അതിലെന്താണ് 360 മാർക്ക് നേടി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ 3 മണിക്കൂർ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാണ്, അതിനെന്ത് ചെയ്യും 100 എണ്ണം MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 400 മാർക്ക്. പിന്നുള്ളത് എന്താണ്, പിന്നെ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്, 1 മണിക്കൂറിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ്. ഈ എസ് എ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2 സിനാരിയോ ബേസ്ഡ് എസ്സേസ് ഉണ്ടാവും. ഇതിനെ ബേസ്ഡായി നമുക്ക് എന്ത് ചെയ്യും, ഒരു 6 ഓരോന്നിലും ചിലപ്പോൾ 6, 7 ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 10 മുതൽ 13 വരെ നമുക്ക് എന്ത് ചെയ്യാം, സിനാരിയോ ബേസ്ഡ് എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 2 എസ്സിലും നോക്കുകയാണെങ്കിൽ. ഇതാണ് മാർക്കിംഗ് സിസ്റ്റം. ഇനി നമുക്ക് എക്സാം എപ്പോഴൊക്കെ എഴുതാം. പല ആൾക്കാരും സംശയം, സാറേ എക്സാം എങ്ങനെ എഴുതാം, ഈ എക്സാം എങ്ങനെ എഴുതാം, അതേപോലെ എക്സാം ഏതൊക്കെ മാസം നമുക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CMA എക്സാമിനേഷനെ കുറിച്ചുള്ള പ്ലാനിങ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഏത് മാസമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണം പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കും, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ CMA നമുക്ക് ജനുവരി മുതൽ ഫെബ്രുവരി ഏതൊരു ദിവസം നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഇനി അടുത്ത മാസം ഏതാണ്, മാർച്ച് ഏപ്രിൽ, ഈ 2 മാസം നമുക്ക് എക്സാം എഴുതാൻ പറ്റൂല. നമ്മളിതിനെ എക്സാമിൻ്റെ വിൻഡോകൾ എന്നാണ് വിളിക്കാറുള്ളത്. ഇപ്പോൾ ഫസ്റ്റത്തെ ജനുവരി 1 മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ ഏതൊരു ദിവസം നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ചിലപ്പോൾ പബ്ലിക് ഹോളിഡേയ്സോ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അന്ന് എക്സാം എഴുതാൻ പറ്റില്ല. അതുപോലെ മാർച്ച് ഏപ്രിൽ ഈ 2 മാസം നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. പിന്നെ അടുത്ത മാസം ഏതാണ്, മെയ് ജൂൺ. നമുക്ക് ഈ ഒരു മെയ് 1 മുതൽ ജൂൺ ലാസ്റ്റ് വരെ ഏതൊരു ദിവസം നമുക്ക് ബുക്ക് ചെയ്ത് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ ജൂലൈ ഓഗസ്റ്റ് ഈ 2 മാസം നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അടുത്തത് സെപ്റ്റംബർ ഒക്ടോബർ, ഈ 2 മാസം നമുക്ക് സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ ഏതൊരു ദിവസം നമുക്ക് എക്സാം ബുക്ക് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ ലാസ്റ്റത്തെ മാസം ഏതാണ്, നവംബർ ഡിസംബർ, ഈ മാസം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്ത് നമ്മൾ CMA എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞത് അതിനനുസരിച്ച് നിങ്ങൾ എന്തിനാണ് പ്രോപ്പർലി പ്ലാനിങ് പ്രിപ്പയർ ചെയ്യണം. അതിന് നമ്മളിത് പറഞ്ഞത്. ഇനി നമ്മുടെ CMA സെൻറ്ററുകൾ പരിചയപ്പെട്ടാലോ അല്ലേ. കേരളത്തിലാണെങ്കിൽ നമുക്ക് കാലിക്കറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാലിക്കറ്റിൽ നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിക്കറ്റ് സെൻറ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആവും, എക്സാം എഴുതാൻ അവൈലബിൾ ആവും. ഇതേപോലെ നമുക്ക് തിരുവനന്തപുരം എക്സാം എഴുതാൻ പറ്റും. കേരളത്തിൽ ഈ 2 സെൻറ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൽ എക്സാം അവൈലബിൾ ആയിരിക്കും. ഇനി കേരളത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ചെന്നൈയിൽ പറ്റും. അതേപോലെ നമുക്ക് മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഇങ്ങനെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് എക്സാം സെൻറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെൻറ്ററിൽ കിട്ടും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ CMA ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. CMA കുട്ടികൾക്ക് വേണ്ട, സ്റ്റുഡൻസിന് വേണ്ട ഒരുപാട് കാര്യം നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തു. ഇനിയും ഇതേപോലെയുള്ള CMA റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. താങ്ക് യു.